ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്നിയും അതുപോലെ തന്നെ നല്ല വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുമാണ് നമ്മളും തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ നാളികേരം തലേദിവസമൊക്കെ ചിരകി ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നാളികേരം ചിരകി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ചട്നി വേണോ അത്രത്തോളം നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം അരച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. നാളികേരത്തിൻ്റെ ആ ഒരു ചമ്മന്തിക്ക് എത്രത്തോളം കട്ടി വേണോ അത് എത്രത്തോളം ലൂസാക്കണോ എന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറവ് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി കേടാവാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കുന്നതായിരിക്കും. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അരിപ്പൊടിയൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഉഴുന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തി വയ്ക്കുക. ഇപ്പോൾ 4-5 മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ കഴുകി 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു ഉഴുന്ന് ഇട്ട് കൊടുക്കാം. പുതിയ ഉഴുന്ന് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പഴയ ഉഴുന്നാണെങ്കിൽ ഇത് പൊന്തി വരാനൊക്കെ ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 1 തവണയായിട്ടോ അല്ലെങ്കിൽ 2 തവണയായിട്ടോ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത്രയും പോകുന്നൊരു കറിപ്പാത്രത്തിൽ കുറച്ച് ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കറിപ്പാത്രം ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നും ചോറൊക്കെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞു വരണം. അതിനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2-3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ളതാണ് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ ഈ ഒരു മാവ് അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് ഉഴുന്നിന് ഒരു 3 ഗ്ലാസ് അരിപ്പൊടി വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കൊരു 40 ദോശയോ അല്ലെങ്കിൽ 40 ഇഡ്ഡലിയോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലിക്കാണെങ്കിൽ വെള്ളം കുറവ് ഒഴിച്ചാൽ മതി. ദോശയ്ക്കാണെങ്കിൽ ഈ ഒരു പരുവം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കി തലേദിവസം വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ദോശമാവ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാനൊരു തുള്ളി വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ ദോശ പരത്തുമ്പോൾ ആ ഒരു ഷേപ്പിൽ വരാതെ വിട്ട് പോകാനൊക്കെ കാരണമാകും. ദോശ പരത്തിയതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓരോ ദോശ വെന്ത് കഴിയുമ്പോഴും മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദോശ മാവ് ഒഴിച്ച് പരത്തേണ്ടത് എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിലാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്നുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് മാവ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് എല്ലാ ഭാഗവും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ നമുക്ക് തീരുമാനിക്കാം. എത്രത്തോളം ക്രിസ്പി ആയിരിക്കണം അത് എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ ഓവറായിട്ട് ക്രിസ്പി ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ദോശ മാറ്റി കൊടുക്കാം. ഈ മാറ്റുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിരിക്കുന്ന നമ്മുടെ ഗ്യാസ് സ്റ്റവ് മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ദോശയ്ക്ക് വേണ്ടി മാവ് പരത്തി കൊടുക്കാവുന്നതാണ് നമുക്ക്.
ഇനി കുട്ടികൾക്ക് ഇതിൽ ബട്ടറോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു ഇത്തിരി ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ ദോശ ഒക്കെ തയ്യാറാക്കി കൊടുക്കാമെന്നുള്ള ദോശയൊക്കെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ എല്ലാ ദോശയും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. നല്ല വറുത്ത അരിപ്പൊടി വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ദോശയും ചമ്മന്തിയുമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചമ്മന്തി തയ്യാറാക്കുമ്പോൾ പുളിയുടെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് നമ്മൾ മിക്സിയുടെ ജാറിലെല്ലാം കൂടി ഇട്ട സമയത്ത് ഒരു നുള്ള് വാളംപുളിയും കൂടി നമുക്ക് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ പുളിയുള്ള ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയും ദോശയും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒരുപോലെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. മറ്റു വീണ്ടും വരാം. താങ്ക്